വീണ്ടും കർത്താവിൻ്റെ തിരുപാദത്തിൽ വന്ന് ആ കർത്താവിനെ പാടി ആരാധിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഈ വാസ പ്രാർത്ഥനയുടെ 2-ാം ദിവസം ആമേൻ 4-ാം സെക്ഷനിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ. വേഗത്തിൽ നമുക്ക് തിരുവചനത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വാസ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു അമിതബലം അല്ലെങ്കിൽ ഒരു അത്യന്ത ശക്തി. ദൈവത്തിന് സ്തോത്രം. ഈ അത്യന്ത ശക്തി സഭയിൽ ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദേശത്തിൻ്റെ 3 ശക്തിയുടെ മേൽ ജയം ഏറ്റെടുക്കുവാനിടയായിത്തീരും. ഈ അമിതബലം ഒരു വ്യക്തിയുടെ അകത്ത് വെളിപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ വ്യക്തിയിലൂടെ ചില കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി ചലിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ഈ അമിതബലം സഭയ്ക്കകത്തും ദേശത്തും വ്യക്തികളുടെ അകത്തും വെളിപ്പെടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ പണിയുടെ തുടക്കം കുറിക്കും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ച് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ പണിക്കാരായി തീരണം. ദൈവത്തിന് സ്തോത്രം. അതിന് നമുക്ക് എന്താ വേണ്ടത്? അമിതബലം വേണം. ഇന്ന് രാത്രിയും വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസനായിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നാൽ കർത്താവ് ശക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന വാഹനം എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സാണ്. അത് ഇവിടെ ഇരിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് കറങ്ങി വരാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആരുടെയും ബുദ്ധിയെയോ മനസ്സിനെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാതെ തിരുവചനത്തിലോട്ട് ശ്രദ്ധിക്കണം. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി പറയാമോ? കർത്താവേ, വചനത്തെ ഗ്രഹിക്കുവാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണം. ആത്മാവ് എന്നോട് സംസാരിക്കണം. മാനുഷിക ശബ്ദമല്ല, ആ ദൈവ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണം. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം. ഈ പകലത്തെ സെക്ഷൻ ചിലർ കർത്താവ് ചില വെളിപ്പാടുകളെ കൊടുക്കുവാനിടയായല്ലോ. ഈ ദേശത്തിനു വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദേശത്തിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് അല്ലേ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കേണ്ട. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വഴി തടഞ്ഞു നിൽക്കുന്ന യോർദാനെ കണ്ടുകൊണ്ട് യോശുവ പറഞ്ഞൊരു കാര്യമുണ്ട്: നാളെ നിങ്ങളുടെ മധ്യത്തിൽ അത്ഭുതം നടക്കും. അല്ലെ, യോശുവ പറഞ്ഞതാ, നാളെ നിങ്ങളുടെ മധ്യത്തിൽ ഒരു അത്ഭുതം നടക്കും. പക്ഷെ അതിന് മുന്നമേ, അത്ഭുതത്തിന്റെ മുന്നമേ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെല്ലാവരും ഒരുമിച്ചൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണം ഉണ്ടെങ്കിൽ ഇതുവരെയും പോയിട്ടില്ലാത്ത വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു അത്ഭുതം വേണോ? ഒരു പുതു വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കണോ? ഈ രണ്ടിൻ്റെയും പുറകിൽ ഒരു ശുദ്ധീകരണം വേണം. ഒരാമേ പറയാമോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ സ്തോത്രം, ഞാൻ റൂമിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ കിട്ടി. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്നൊരു തിരുവചനമുണ്ട്. അതിങ്ങനെയാണ്: നഷ്ടപ്പെട്ട നന്മയെ മടക്കി വരുത്തുന്ന ദൈവം. ആമേൻ. ഒന്ന് പറയാമോ? നഷ്ടപ്പെട്ട നന്മയെ മടക്കി വരുത്തുന്ന ദൈവം. ഇത് ചില കുടുംബങ്ങൾക്കും വ്യക്തിപരമായ ജീവിതങ്ങൾക്കും ഒരു വിടുതലായി തീരും. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങളെ നടത്താൻ വേണ്ടി പോവുകയാണ്. എല്ലാവർക്കും വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ആ ആ അവരിൽ ഒരുത്തൻ ദയചെയ്ത് അടിയങ്ങളോട് കൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോട് കൂടെ പോയി. അവർ യോർദാങ്കിലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തനൊരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം! യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവർ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അത് എടുത്തു. ആ ഇരുമ്പ് പൊങ്ങി വന്നു, അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതിനെ എടുത്തു. ഇനി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം തിരുവചനത്തിൽ. പ്രവാചക ശിഷ്യന്മാർ ഏലീശയോട് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ വാക്കിങ്ങനെയാണ്: ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇടുക്കമാ, ഞങ്ങൾക്കൊരു വിശാലത വേണം. ഒന്ന് പറയാമോ? ഞങ്ങൾക്കൊരു വിശാലത വേണം. നമ്മളെല്ലാവരും വിശാലത ആഗ്രഹിക്കുന്നവരാ. സ്തോത്രം. ഭൗതികമായും ആത്മീകമായും
നമ്മളൊരു വിശാലതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കൂട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഏലീശ പ്രവാചകന്റെ ശിഷ്യന്മാർ ഒരു വിശാലതയ്ക്ക് ആഗ്രഹിച്ചപ്പോൾ അവർ ആദ്യമായി എടുത്തു വെച്ച സ്റ്റെപ്പ് ഏതാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തം അല്ലെങ്കിൽ ദൈവിക അരുളപ്പാട് പ്രാപിക്കുന്ന ഏലീശയുടെ അടുത്ത് വന്നിട്ട് അവർ പറയുകയാണ്, യജമാനനെ, ഞങ്ങൾക്ക് എന്ത് വേണം? ഒരു വിശാലത ഞങ്ങൾക്ക് വേണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? യോർദാന്റെ വക്കത്ത് ചെന്നിട്ട് എന്ത് ചെയ്യണം? പറ. മരം മുറിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശാലതയ്ക്ക് വേണ്ടി എവിടെയാ പോകാൻ പറഞ്ഞത്? യോർദാന്റെ വക്കത്ത്. ഒന്ന് പറയാമോ? യോർദാന്റെ വക്കത്ത്. ദൈവത്തിന് സ്തോത്രം. യോർദാന്റെ രണ്ട് സ്വഭാവങ്ങൾ. എന്താ യോർദാന്റെ രണ്ട് സ്വഭാവങ്ങൾ? ഒന്ന്, കൊയ്ത്ത് കാലമാകുമ്പോൾ കര കവിഞ്ഞ് ഒഴുകുന്ന യോർദാൻ. ദൈവത്തിന് സ്തോത്രം. രണ്ട്, മുങ്ങിപ്പോയ നന്മയെ വിടാതിരിക്കുന്ന യോർദാൻ. ഒരു സ്വഭാവം കൂടി ഉണ്ട്, വഴി തടയുന്ന യോർദാൻ. വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നോക്കിക്കോ. അപ്പോൾ കൊയ്ത്ത് കാലമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ യോർദാൻ ഈ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. ഇതിന്റെ അർത്ഥം എന്താ? ഈ കൊയ്ത്തുകാല സമയത്ത് കൊയ്തെടുക്കുന്ന ആ ഫലത്തെ കരത്തിലോട്ട് തരാൻ കഴിയാതെ അതിനെ കാർന്നു തിന്നുക. കരകവിഞ്ഞൊഴുകുന്ന യോർദാന. അതെപ്പോഴാ ഒഴുകുന്നേ? കൊയ്ത്തുകാലമാകുമ്പോഴാണ് ഒഴുകുന്നേ. ദൈവത്തിന് സ്തോത്രം. ഈ കൊയ്ത്തുകാലത്ത് ഒഴുകിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നറിയാമോ? കിട്ടേണ്ട നന്മ കിട്ടത്തില്ല, കിട്ടേണ്ട അനുഗ്രഹം എന്തിത്തില്ല, കിട്ടത്തില്ല. അപ്പോൾ യോർദാന്റെ ഒന്നാമത്തെ സ്വഭാവം എന്താ? കിട്ടേണ്ട നന്മയെ അപഹരിച്ചു കളയുന്ന യോർദാൻ. ദൈവത്തിന് സ്തോത്രം. ഈ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വായിച്ച് നമുക്കറിയാൻ കഴിയും. അധികാലത്ത് യോശുവ എണീറ്റിട്ട് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഇന്ന് നമുക്ക് ഒരുമിച്ച് പെട്ടകം ചുമന്നുകൊണ്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. ഇവർ പെട്ടകം ചുമന്നുകൊണ്ട് പോയി ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ? യോർദാന്റെ തീരത്താ. ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്താ? വഴി തടഞ്ഞു നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരാ, പക്ഷെ അവരുടെ വഴി തടഞ്ഞു നിൽക്കുന്ന യോർദാൻ. ദൈവത്തിന് സ്തോത്രം. ആ സമയത്താണ് ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ ചോദിച്ചു കാണാം യോശുവയോട്, ഇനി എന്താ ചെയ്യേണ്ടത്? യോശുവ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, യോർദാനെ നോക്കണ്ട. ദൈവത്തിന് സ്തോത്രം. വഴിയെ നോക്കണ്ട, ഇനി നമുക്ക് ഉയരത്തിലെ ശബ്ദം കേൾക്കാം. ഹല്ലേലൂയ. അങ്ങോട്ടും യോർദാനെ നോക്കണ്ട. കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ നോക്കി ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. നിന്റെ നോട്ടം അങ്ങോട്ടല്ല, നിന്റെ നോട്ടം ഉയരത്തിലോട്ട്. യോശുവ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ വക്കത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. ദൈവസഭയെ, ഉറപ്പായിട്ടൊരു കാര്യം ഞാൻ പറയാം. കരകവിഞ്ഞൊഴുകുന്ന യോർദാനെ നോക്കിക്കൊണ്ട് ദൈവ ശബ്ദത്തിന് പ്രാധാന്യത കൊടുക്കുന്നവർ, ഞാൻ വിശ്വസിക്കുന്നു, നീ ചുമന്നിരിക്കുന്ന പെട്ടകം ഇവിടം കൊണ്ട് തീർന്നതല്ല. നീ ചുമന്ന പെട്ടകം അക്കരെ എത്തിക്കുവാൻ ശക്തിയുള്ളതെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ പെട്ടകത്തെ ചുമന്നവരുടെ വഴിയെ തടയാൻ ഒരു യോർദാനി ശക്തിക്ക് കഴിയത്തില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ യോശുവ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കാം, അല്ലേ? എന്നിട്ട് പറയുകയാണ്, നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും നടത്തും. എന്താ പറഞ്ഞ? ഒരു അത്ഭുത പ്രവൃത്തി. ഇത് കേട്ടപ്പോൾ, ഈ അത്ഭുത പ്രവൃത്തി എന്നൊക്കെ കേട്ടപ്പോൾ എല്ലാവരും കൈയടിച്ച് ആരാധന തുടങ്ങി. അത് കഴിഞ്ഞിട്ട് യോശുവ ഒരു കാര്യം പറഞ്ഞു, അത്ഭുതം നടക്കും, പക്ഷെ അതിന്റെ പുറകിൽ എന്തുണ്ട്? പറ. ശുദ്ധീകരണമുണ്ട്. ഒരു ശുദ്ധീകരണമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പെട്ടകം ചുമന്നു കൊണ്ടുവന്ന പുരോഹിതന്മാർക്ക് ശുദ്ധീകരണം ഇല്ലേ? ഹല്ലേലൂയ. എല്ലാം ഓക്കെ അല്ലേ? ശുദ്ധീകരണം ഇല്ലേ? പക്ഷെ യോശുവ ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിച്ച് പറയുക, ഒരു ശുദ്ധീകരണം വേണം. ഞാൻ ചോദിക്കുന്നു, യോർദാനും ശുദ്ധീകരണം തമ്മിൽ എന്താ ബന്ധം? കാമേ സ്തോത്രം. വഴി തടഞ്ഞു നിൽക്കുന്ന യോർദാനും ശുദ്ധീകരണം തമ്മിൽ എന്താ ബന്ധം? ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഉറപ്പാ, നിന്റെ കാൽ ശുദ്ധിയായാൽ, നിന്റെ മനസ്സ് ശുദ്ധിയായാൽ, ആമേ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ആ കാലൊന്ന് ചവിട്ടിയാ മതി, യോർദാന്റെ ഒഴുക്ക് നിൽക്കും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ? സാത്താൻ ഭയപ്പെടുന്നത്, ആമേ സ്തോത്രം, ഹിന്ദിയിൽ പറഞ്ഞാൽ ആമേ ശൈത്താൻ ഉൻസെ ഡർത്ത ഹൈ ജോ പവിത്ര ജൻ പവിത്ര ലോക ഹൈ. ഹല്ലേലൂയ. ആരാണോ ശുദ്ധീകരിച്ച് ആമേ വിശുദ്ധിയോടെ യോർദാന്റെ വിശുദ്ധിയോടെ ഈ പെട്ടകത്തെ ചുമക്കുന്നത്, അവരുടെ വഴിയെ തടയുവാൻ ഒരു അന്ധകാരಕ್ಕೆ ശക്തിക്കും കഴിയത്തില്ല. അപ്പോൾ ശുദ്ധീകരണം ഉണ്ടെങ്കിൽ
യോർദാൻ നിങ്ങളുടെ മുൻഭാഗം എന്ത് ചെയ്യും? പറഞ്ഞേ, വഴി ഒന്ന് പറഞ്ഞേ, വഴി മാറും. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് കാൽ ചവിട്ടിയപ്പോൾ തന്നെ യോർദാൻ എന്ത് ചെയ്തു? രണ്ടായി പിരിഞ്ഞു മാറി. അപ്പൊ യോർദാന്റെ രണ്ടാമത്തെ സ്വഭാവം, ഒന്നാമത്തെ സ്വഭാവം കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ ഫലത്തെ നമ്മുടെ കരുത്തിൽ തരത്തില്ല. രണ്ടാമത്തെ സ്വഭാവം യോർദാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മുടെ വഴി എന്ത് ചെയ്യും? തടയും. സ്തോത്രം. ഇനി മൂന്നാമത്തെ സ്വഭാവം നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ട ഏത് സ്വഭാവമാ? ഈ സ്തോത്രം മുങ്ങുന്നതൊന്നും പുറത്തു വരാൻ യോർദാൻ എന്ത് ചെയ്യത്തില്ല? പറയേ, സമ്മതിക്കത്തില്ല. അപ്പൊ ഈ യോർദാന്റെ സ്വഭാവമുള്ള യോർദാന്റെ വക്കത്താണ് ഇവരെന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? വിശാലതയ്ക്ക് മരം മുറിക്കാൻ പോകുന്നത്. വിശാലതയ്ക്ക് മരം മുറിക്കാൻ പോകുന്നത് ഏത് യോർദാന്റെ വക്കത്താ? ഈ മൂന്ന് സ്വഭാവമുള്ള യോർദാന്റെ വക്കത്താ. അത് ഈ വചനം വായിക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം. ഈ വചനം വായിക്കുമ്പോൾ ഒരാൾ പറയാണ്, യജമാനനെ ഞങ്ങൾ തന്നെ പോകത്തില്ല, നീയും കൂടെ ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്യണം? ആരോട് പറയാ? ആരോട് പറയാ? ഏലീശയോട് പറയാ. ഏലീശേ, ഞങ്ങൾ തന്നെ പോകത്തില്ല, ഞങ്ങൾ തന്നെ പോകത്തില്ല, നീയും ഞങ്ങളുടെ കൂടെ. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ഏലീശ ഇല്ലാത്ത പോക്ക് ഇന്നുകൊണ്ട് നിർത്തണം. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് ഒരുവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഏലീശ ഞങ്ങൾ തന്നെ പോകത്തില്ല, നീയും ഞങ്ങളുടെ കൂടെ വരണം. അതെന്നാ നീ അങ്ങനെ പറയാൻ കാരണം? അവൻ ഒരു കാര്യം പറയാം, കാരണം ഏലീശ യോർദാനെ ജയിച്ചവനാ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നു? ഞങ്ങൾ തന്നെ പോകത്തില്ല യോർദാന്റെ തീരത്ത്, ഞങ്ങൾ തന്നെ മരമുറിക്കാൻ പോകത്തില്ല, നീ ഞങ്ങളുടെ കൂടെ വരണം. അതെന്താ? അത് കാരണമുണ്ട്. എന്താ? നീ യോർദാനെ ജയിച്ചവൻ. ജയിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതം ജയാളിയായി മാറും. ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. എങ്ങനെയാ ഏലീശ യോർദാനെ ജയിച്ചവൻ എന്ന് പറയുവാൻ കാരണം? ആമേൻ. ദൈവത്തിന് ഇന്നലെ യോർദാന്റെ വക്കത്ത ഏലീശയുടെ ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. ആരെയാ? ആമേൻ, നയമാനാ. ആമേൻ സ്തോത്രം. ആൾക്കാരെല്ലാവരും സല്യൂട്ട് അടിക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാ. പക്ഷെ അകത്തെന്താ? കുഷ്ഠം. ദൈവത്തിന് സ്തോത്രം. അകത്തെന്താ? കുഷ്ഠം. ആമേൻ സ്തോത്രം. ഞാൻ പറയട്ടെ, ആരും കാണാത്തത് കണ്ടുപിടിച്ചു ഒരു പെൺകുട്ടി, അത് കണ്ടുപിടിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവള് പറഞ്ഞു, ദൂത് പറയുക, ആമേൻ, ഏലീശയുടെ അടുത്ത് പോയാൽ വിടുതലുണ്ട്. അല്ല, ഏലീശയുടെ അടുത്ത് പോയാൽ വിടുതലുണ്ട്. കുഷ്ഠമാ. ആരുടെ മുൻപിൽ കാണിക്കാൻ പറ്റുമോ? പുറത്തോക്കെ, അകത്തോക്കെ അല്ല. പുറത്തോക്കെയാ, പക്ഷെ അകത്ത്, പുറത്ത് പാന്റ് കോട്ട് സൂട്ട്, ആമേൻ, അകത്ത് കുഷ്ഠം. ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? എത്ര നാൾ ഇത് മറച്ചു വെക്കുന്നേ? എത്ര നാൾ ഇത് മറച്ചു വെക്കാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പുറത്തു വരുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ കുഷ്ഠവും മാറത്തില്ല. ഈ കുഷ്ഠം മാറണമെങ്കിൽ യോർദാനെ ജയിച്ചവന്റെ മുൻപിൽ നീ മുത്തുകുത്തണം. എല്ലാ കുഷ്ഠവും മാറത്തില്ല. എല്ലാ കുഷ്ഠവും മാറത്തില്ല. ചില കുഷ്ഠങ്ങൾ മാറണമെങ്കിൽ ഉണ്ടല്ലോ, യോർദാനെ ജയിച്ചവന്റെ മേൽ അവന്റെ മുൻപിൽ മുട്ടുകുത്തണം. നയമാൻ ഒരു കാര്യം പറഞ്ഞു, ഞാനൊന്നും പോകത്തില്ലെന്ന്. ആമേൻ സ്തോത്രം. ഞാനൊന്നും പോകത്തില്ല, നീ പോയേ പറ്റത്തുള്ളൂ. ആമേൻ. ആരടുത്താ? ഈ കുഷ്ഠം മാറണമെങ്കിൽ വേറെ എത്ര പേർ നോക്കിയാലും പറ്റത്തില്ല. ഇത് മാറണമെങ്കിൽ എവിടെ പോകണം? ആരുടെ അടുത്ത് പോകണം? ഏലീശയുടെ അടുത്ത് പോകണം. ചെന്നു, ഏലീശയുടെ അടുത്ത് ചെന്നു. ദൈവത്തിന് സ്തോത്രം. ഏലീശ പറഞ്ഞ എന്തെന്നറിയാമോ? ഈ യോർദാനിൽ എത്ര പ്രാവശ്യം മുങ്ങണമെന്നാ പറഞ്ഞേ? അപ്പോൾ അവൻ പറഞ്ഞ കാര്യം കേൾക്കണോ? ഈ കലക്കവെള്ളത്തിൽ ഞാൻ മുങ്ങാനോ? ഈ കലക്കവെള്ളത്തില് ഞാൻ മുങ്ങാനോ? ഇതിലും നല്ല എത്രയോ വെള്ളം കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഈ കലക്കവെള്ളത്തിൽ ഞാൻ മുങ്ങാനോ? ഞാൻ മുങ്ങത്തില്ല. 7 പ്രാവശ്യം മുങ്ങണമെന്ന്. നീ മുങ്ങിയാലേ ഈ കുഷ്ഠം മാറത്തുള്ളൂ. ഇന്ന് രാത്രികാലം ആരൊക്കെ മസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങിയാലേ കുഷ്ഠം മാറത്തുള്ളൂ. ഹല്ലേലൂയ. മുങ്ങിയ മാത്രമേ കുഷ്ഠം മാറത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കലക്കവെള്ളം ഒത്തിരി ഉണ്ടെങ്കിലും, ഒത്തിരി വെള്ളങ്ങൾ ഉണ്ടെങ്കിലും അവിടെയൊന്നും മുങ്ങിട്ട് കാര്യമില്ല. അഭിഷേകം പ്രാപിച്ച, അധികാരം പ്രാപിച്ച, പ്രവചന ദൂത് പ്രാപിച്ച ഏലീശ പറയുന്നിടത്ത് നീ മുങ്ങിയാൽ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡൽഹിയിൽ ഒത്തിരി നദികൾ ഉണ്ടായിരിക്കാം, ഒത്തിരി കുളങ്ങൾ ഉണ്ടായിരിക്കാം. ആമ എല്ലായിടത്തും ചെന്ന് മുങ്ങിയാലൊന്നും രോഗം സൗഖ്യമാകത്തില്ല. ആമ സ്തോത്രം. എല്ലായിടത്തും പോയാൽ രോഗം സൗഖ്യമാകത്തില്ല. മുങ്ങാനൊരു ആമ സ്തോത്രം ഒരു സ്ഥലമുണ്ട്. അത് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മുങ്ങി പൊങ്ങിയാൽ നിന്റെ കുഷ്ഠം മാറും. ഇന്ന് രാത്രികാലം ആരെങ്കിലും വെള്ളത്തിൽ മുങ്ങാതെ, റീബാനക സത്യം ഇതാണെന്ന് പറഞ്ഞിട്ടും, സത്യം ഇതാണെന്ന് ഗ്രഹിച്ചിട്ടും,
തിരുവചനം ഇതാണ് സത്യമെന്ന് ഗ്രഹിച്ചിട്ടും, സ്വർഗത്തിൽ പോകണമെങ്കിൽ മുങ്ങിയേ പറ്റത്തുള്ളെന്ന് ഗ്രഹിച്ചിട്ടും ഇനിയും നീ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധ പറയുന്നു, നീ മുങ്ങിയേ പറ്റത്തുള്ളൂ. ചില രോഗങ്ങൾ മാറണമെങ്കിൽ, ചില ശാപങ്ങൾ മാറണമെങ്കിൽ, ചില ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ എത്ര പ്രാവശ്യം മുങ്ങണം? 7 പ്രാവശ്യം മുങ്ങണം. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് മുങ്ങിപ്പൊങ്ങി ഒന്നുമില്ല, രണ്ടാമതും മുങ്ങിപ്പൊങ്ങി നോക്കിയിട്ടൊന്നും ഒരു വ്യത്യാസമില്ല. ഇനി 6 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങി എന്നിട്ടും ശരീരത്തിൽ ഒരു വ്യത്യാസമില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൻ വിചാരിച്ചു കാണും, ഇനി എനിക്ക് മുങ്ങാന് താല്പര്യമില്ല. ഞാൻ ഒരു കാര്യം പറയാറുണ്ട്, ഈ യേശു കർത്താവ് ആമേൻ സ്തോത്രം ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യേശു വിടുവിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് പുറത്തുനിന്നല്ല അവൻ ചെയ്യുന്നത്, അവൻ അകത്തുനിന്ന് ചെയ്യുന്നത്. हालेलुया. ഞാനൊന്ന് ഹിന്ദി അത് പറയാം. ദൈവത്തിന് സ്തോത്രം. हालेलुया. यीशु मसीह जब इलाज करते हैं, इलाज जब करते हैं वो बाहर से नहीं करते हैं, वो अंदर से इलाज करना शुरू करते हैं. ദൈവം ചിലത് വിടുവിക്കാൻ അവൻ ഏറ്റവും പെട്ടെന്ന് പുറത്തുനിന്നല്ല അവൻ സൗഖ്യമാക്കുന്നത്, അവൻ അകത്തു നിന്ന് തുടങ്ങുന്നേ. അകത്തും തുടങ്ങും. അവൻ നയമാനെ, നീ ഒന്ന് മുങ്ങി പൊങ്ങിയപ്പോൾ അകത്തെ കുഷ്ഠം മാറാൻ തുടങ്ങി. നീ ഒന്ന് മുങ്ങി പൊങ്ങിയപ്പോൾ അകത്തിതാ പ്രവർത്തിച്ചു തുടങ്ങി. 7ാമത് മുങ്ങി പൊങ്ങിയപ്പോൾ അവന്റെ കുഷ്ഠം മാറി. ഹല്ലേലൂയ. അപ്പോൾ എലീശ യോർദാനെ ജയിച്ചവനാ. ഒരാമേൻ പറയാമോ? ഇനി 2, എലീശ യോർദാനെ ജയിച്ചവനാണോ? അത് ജയിച്ചവനാ. എങ്ങനെ പറയാം? എലീശ ആരുടെ കൂടെയാ നടന്നുകൊണ്ടിരുന്നേ? ഏലിയാവിന്റെ കൂടെ നടക്കുക. ഏലിയാവിന്റെ കൂടെ നടക്കുക. നടന്ന ഒടുവില് ഏലിയാവിനോട് ചോദ്യം ചോദിച്ചു, നിനക്ക് എന്നാ വേണ്ടേ? സ്തോത്രം. ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടേ? അപ്പോൾ ഏലിയാവിനോട് ഇവൻ പറയുക, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് എന്തു മതി? ആത്മാവിന്റെ ഇരട്ടി. എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏലിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, വേറെ എന്ത് ചോദിച്ചോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ തരാന്. അല്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ട്, ഇതെനിക്ക് തരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ ചോദിച്ചെന്നറിയാമോ? ഏലിയാവും എലീശയും കൂടെ നടന്നപ്പോൾ ഇതാ പുതപ്പെടുത്ത് യോർദാനെ അടിച്ചപ്പോൾ 2ആയി പിരിഞ്ഞു മാറി. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരണേ. ഇത് 2ആയി പിരിഞ്ഞു മാറി. അത് അക്കരെ കടന്നിട്ട് ഏലിയാവ് ചോദിക്കുക, നീ പറ, ഇനി നിനക്ക് എന്നാ വേണ്ടേ? എലീശ പറയാ, എനിക്ക് സ്തോത്രം ജോലിയും വേണ്ട, ഭക്ഷണവും വേണ്ട, വീടും വേണ്ട, കൂടും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് മതി. എത്ര പേരുണ്ടോ? ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. കേട്ടെ, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, യേശു मसीह के सामर्थ्य के लिए कितने लोग पागलपन के काम करना चाहते हैं? रबा सीखा रबा लहसिया. എത്ര പേർ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു? കർത്താവേ, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് വേണ്ടതൊരു അഭിഷേകമാ, എനിക്ക് വേണ്ട അതോറിറ്റിയാ, എനിക്ക് വേണ്ട അധികാരമാ, എനിക്ക് വേണ്ട നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കാ. ഒന്ന് ദൈവത്തോട് നീ ചോദിക്കാൻ തയ്യാറാകുമെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ നിറയ്ക്കുവാൻ, നിനക്ക് തരുവാൻ ഒരു ശക്തി നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രികാലം ഇതിനകത്ത് അഭിഷേകം ഒന്ന് വെളിപ്പെടണം. ജയിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികൾ പറയാമോ, കർത്താവേ, വേറൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട നിന്റെ അഭിഷേകമാ, എനിക്ക് വേണ്ട നിന്റെ അഭിഷേകമാ, എനിക്ക് വേണ്ടത് ആത്മാവിന്റെ ഇരട്ടി പങ്കാ, എനിക്ക് വേണ്ടത് ആത്മാവിന്റെ ഇരട്ടി പങ്കാ, എനിക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. എനിക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. ഏലിയാവ് എലീശയോട് ചോദിച്ചപ്പോൾ എലീശ എന്താ പറഞ്ഞത്? എനിക്ക് പുതപ്പ് വേണമെന്ന് പറഞ്ഞോ. പക്ഷെ പറഞ്ഞ എന്താ? എനിക്ക് ആത്മാവിന്റെ ഇന്ന് പുതപ്പാ കൊടുക്കുന്നേ. ആമേ സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. ചോദിച്ചെന്താണെന്നറിയാമോ? എനിക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. ഇനി കേട്ടോണേ, സ്തോത്രം. 2 പേര് ആമേ സ്തോത്രം യോർദാന്റെ തീരത്ത് അപ്പുറം മറുപുറം കയറിയിട്ട് ആമേ സ്തോത്രം. ഒടുവിൽ എന്താ സംഭവിച്ചത്? ചുഴലിക്കാറ്റിലൂടെ ആരെടുക്കപ്പെട്ടു? ഏലിയാവ് എടുക്കപ്പെട്ടു. അത് കണ്ടു നിൽക്കുക എലീശ. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ചുഴലിക്കാറ്റിലൂടെ ഏലിയാവിനെ എടുക്കാമെങ്കിൽ ഏലിയാവിന്റെ മേലുള്ള പുതപ്പ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നോ? ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഒരു 90 കിലോ അല്ലെങ്കിൽ ഒരു 120 കിലോ ഇരിക്കട്ടെ, ഈ ഒരു വ്യക്തിയെ ആത്മാവിൽ ചുഴലിക്കാറ്റോട് എടുക്കാൻ പറ്റുമെങ്കിൽ അവന്റെ മേൽ കിടക്കുന്ന പുതപ്പിനെ എടുക്കാൻ പറ്റത്തില്ലേ? ഒരു കാറ്റെടുക്കാൻ പറ്റത്തില്ലേ? ഞാൻ ഒരു കാര്യം പറയാം. നോക്കൂ, താഴെ ആരാ നിൽക്കുന്നേ? ദാഹത്തോടെ നിൽക്കുന്നൊരുവനുണ്ട്.
അഭിഷേകത്തെ കാത്തു നിൽക്കുന്ന ഒരുവനുണ്ട്. അവൻ ഉറക്കമില്ല, അവൻ ഉറങ്ങത്തില്ല, അവൻ ഇവനെ വിട്ടുപിരിയത്തില്ല, അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. ഇതാ ഒരുവൻ കാത്തു നിൽക്കും അഭിഷേകത്തിന്. നിനക്ക് വേണ്ടി ഇതാ ഒരു പുതപ്പ് താഴോട്ട് വരികയാ. പ്രാപിച്ചോ, പ്രാപിച്ചോ യേശുവിന്റെ നാമത്തിൽ. നാളുകളായി നീ കാത്തിരിക്കുന്ന ഒരു അഭിഷേകം, നാളുകളായി നീ കാത്തിരിക്കുന്ന ഒരു അഭിഷേകം, നാളുകളായി നീ കാത്തിരിക്കുന്ന ഒരു അഭിഷേകം, നാളുകളായി കാത്തിരിക്കുന്ന ഒരു ശുശ്രൂഷ, നാളുകളായി കാത്തിരിക്കുന്ന ഒരു മിനിസ്ട്രി ഇതാ ഓപ്പൺ ആവുക. ആത്മാവിന്റെ ശക്തിയാൽ ചിലര് കാത്തിരിക്കുന്ന ഒരു അഭിഷേകം, നാളുകൾ കൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, നാളുകളായി നീ ചിന്തിച്ചു വച്ചിരിക്കുന്നത്, നാളുകളായി നീ ദൈവത്തോട് ചോദിച്ചത്, നാളുകളായി നീ ദൈവത്തോട് ചോദിച്ചത്, ഇതാ നിന്റെ സമയമായി, ഇതാ നിനക്ക് വേണ്ടി പുറപ്പെടുകയാ. യെസ്, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാനോ പറഞ്ഞത്. നാളുകളായി നീ കാത്തിരിക്കുന്ന ഒരു അഭിഷേകം, നാളുകളായി നീ പ്രാപിക്കാനിരിക്കുന്ന ഒരു ശുശ്രൂഷ, നാളുകളായി നീ വെയിറ്റ് ചെയ്യുന്ന ഒരു അഭിഷേകം ഇതാ ഇന്ന് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക, നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. എലീശേ, നീ ഒത്തിരി നാൾ കൊണ്ട് കാത്തിരുന്നല്ലേ ഈ അഭിഷേകം, ഒത്തിരി നാൾ കൊണ്ട് നീ പ്രാപിച്ചതല്ലേ അഭിഷേകം, ഒത്തിരി നാൾ നീ വെയിറ്റ് ചെയ്യുകയല്ലേ. ഇതാ നിനക്ക് വേണ്ടി അഭിഷേകം ഇറങ്ങുന്നു, നിനക്ക് വേണ്ടി അഭിഷേകം ഇറങ്ങുന്നു. കർത്താവേ, കൈമാറണമേ ഈ അഭിഷേകമൊന്ന്, കൈമാറണമേ ഈ അഭിഷേകമൊന്ന്, കൈമാറണമേ അഭിഷേകമൊന്ന്, കൈമാറണമേ. ഒരു തീ പോലെ, ഒരു കാറ്റ് പോലെ, ഒരു കാറ്റ് പോലെ, ഒരു തീ പോലെ അഭിഷേകം ചില ശരീരത്തിനുമായി വീഴട്ടെ. അഭിഷേകത്തിന്റെ പുതപ്പ് ചില ശരീരത്തിനുമായി വ്യാപരിക്കട്ടെ. ഓ രാബാ ബാബാ ശാഖാരാബ ദീവാര ശാഖാനാബ റിയാനാബ. ജീസസ്, 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 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. എലീശേ, ആകാശമേഖലയിലോട്ട് നോക്കിക്കേ, ആരെയും കാണാനുണ്ടോ? ഇല്ല, അവൻ പോയി. പക്ഷെ നിനക്ക് വേണ്ടി ഇതാ ഒരു പുതപ്പ് താഴോട്ട് വരികയാ. ഒരുവനെ ചുഴലിക്കാറ്റിലൂടെ മുകളിലോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ആ ചുഴലിക്കാറ്റ് ഈ പുതപ്പിനെ എടുക്കാൻ പറ്റും. പക്ഷെ എടുക്കാത്തതിന്റെ കാരണം നാളുകൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുവൻ ഇതാ നിൽക്കുകയാ. അവന് വേണ്ടി അഭിഷേകത്തിന്റെ പുതപ്പ് താഴോട്ട് വരികയാ. ഹല്ലേലൂയ. ഒത്തിരി നാളുകൾ കൊണ്ട് വെയിറ്റ് ചെയ്യല്ലേ, ഒത്തിരി നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കല്ലേ. സഹോദരി, നീ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, കർത്താവ് എനിക്കൊരു അഭിഷേകം വേണം, എനിക്കൊരു കൃപ വേണം, എനിക്കൊരു ആത്മശക്തി വേണം, എനിക്കൊരു ആത്മദാഹം വേണം എന്ന് നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാമത്തെ ദിവസം 4-ാം സെക്ഷനിൽ പരിശുദ്ധാത്മ പറയുന്നു, ഇന്നൊരു അഭിഷേകം നീ കാണാൻ പോകുകയാ, നീ അതിന് പ്രാപിക്കാൻ പോകുകയാ. ആരെ നോക്കണ്ട, ആരെ നോക്കണ്ട, ആരെ നോക്കണ്ട. ആരാധിച്ചാലും നീ ആരാധിച്ചു തുടങ്ങിക്കോ. നിന്റെ പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറാൻ പോകുകയാ, നിന്റെ ആരാധനയുടെ സ്റ്റൈല് മാറാൻ പോകുകയാ, നിന്റെ വിശ്വാസത്തിന്റെ സ്റ്റൈല് മാറാൻ പോകുകയാ. യെസ്, ഏലിയാവിൽ നിന്നും വീണ പുതപ്പ് ഇപ്പോൾ ഇരിക്കുന്നത് ഏലീശയുടെ കയ്യിലാ. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കണം. പോയപ്പോൾ 2 പേര് ഒരുമിച്ചാ പോയത്, മടങ്ങി വരുന്നത് ഒറ്റയ്ക്കാ. ആരാ? ഏലീശ. ഏലിയാവ് പോയി, ഏലീശ. ഇപ്പോൾ ഏലീശയുടെ കയ്യിൽ ഒരു പുതപ്പുണ്ട്, ഒരു പുതപ്പുണ്ട്. ഞാൻ ഇങ്ങനെ പറയും, ഇന്നലെ ഏലിയാവ് കൈകൊണ്ട് ചെയ്ത ശുശ്രൂഷ ഇതാ ഏലീശ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇനി ഇന്നലെ ഏലിയാവ് ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ കണ്ടുകൊണ്ട് നിന്നവൻ ആരാ? എലീശ അല്ല, എലീശ കണ്ടുകൊണ്ട് നിൽക്കുക. പക്ഷേ അഭിഷേകത്തിന്റെ പുതപ്പ് കയ്യിൽ വന്നപ്പോൾ ഇന്നലെ കണ്ടത് ഇന്ന് കരത്തിലൂടെ ചലിച്ചു തുടങ്ങാൻ തുടങ്ങി. ഈ സഭയ്ക്കകത്ത് ആരാധിക്കുന്ന ദൈവജനത്തെ ദിവാത്മ ദൂത് പറയുന്നു, ഇന്നലെ കേട്ടതും ഇന്നലെ കണ്ടതും ഇനി കേട്ടത് കണ്ടതുമായി മാറത്തില്ല. ഇനി കരത്തിലൂടെ ചെയ്തെടുക്കാൻ പോകുക. എത്ര പേർ അതിനെ വിശ്വസിച്ച് ആമേൻ പറയും?
ഞാനൊരു പ്രവചന ദൂതിൻ്റെ അകത്ത് ഇടുകയാ. ഇന്ത്യയുടെ പല സ്റ്റേറ്റിനെ പിടിച്ചു കുലുക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയോടെ ചിലരെ കർത്താവ് എണിപ്പിക്കാൻ വേണ്ടി പോകുകയാ. ഒന്നും കൂടെ ഞാനത് വിളിച്ചു പറയാം. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ദൈവപ്രവർത്തിക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഇതിൻ്റെ അകത്ത് അഭിഷേകത്തിന്റെ പുതപ്പ് പ്രാപിച്ച ചിലരെ കർത്താവ് എണീപ്പിക്കാൻ പോകുകയാ. ഇതൊരു അഭിഷേകത്തിന്റെ ഹബ്ബാക്കി ദൈവം മാറ്റുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചാൽ എത്ര പേർ അതിനോട് കൂടെ നിൽക്കും? യെസ്, ഇതൊരു അഭിഷേകത്തിന്റെ ഹബ്ബാക്കും. അനേക അഭിഷക്തന്മാർ വന്ന് ശുശ്രൂഷിക്കും. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഏലീശ ഈ പുതപ്പെടുത്ത് അടിച്ചപ്പോൾ യോർദാൻ അവന്റെ മുൻപിൽ രണ്ടായിട്ട് എന്ത് ചെയ്തു? അപ്പൊ ഇന്നലെ കണ്ട ശുശ്രൂഷ ഇന്ന് ആര് ചെയ്യുക? ആര് പറയാ? ഏലീശ. അപ്പൊ ഏലീശയോട് ചോദിച്ച ഏലീശ പറയും, എനിക്ക് കിട്ടി. എന്ത് കിട്ടി? അഭിഷേകം കിട്ടി. എനിക്ക് അഭിഷേകം കിട്ടി. ഇന്ന് രാത്രികാലം എത്ര പേർ ആഗ്രഹിക്കുന്നു? നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, മുടന്തർ സൗഖ്യമാകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ആമേൻ സ്തോത്രം, കുരുടർ കാണുന്നു. എത്ര നാൾ ഇത് വായിച്ചുകൊണ്ടിരിക്കും? എത്ര നാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും? എത്ര നാൾ നമ്മൾ പ്രാർത്ഥന പറയും, ഓ യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു, അവൻ കുരുടർ കാണുന്നു, അല്ലേ സ്തോത്രം, അവൻ മുടന്തർ നടക്കുന്നു. ഇനി നിങ്ങൾ പറയുകയല്ല, ഇനി നിങ്ങളുടെ കരത്തിലൂടെ നടക്കാൻ പോകുകയാ. അതൊന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കണം. അതൊന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ ഏലീശ ഈ പുതപ്പ് കൊണ്ട് അടിച്ചപ്പോൾ യോർദാൻ എന്ത് ചെയ്തു? രണ്ടായി. ഇനി ഈ ഏലീശയും കൂട്ടിയിട്ടാണ് ആര് പോകുന്നത്? യോർദാന്റെ വക്കത്ത് മരം മുറിക്കാൻ. അതുകൊണ്ടാണ് അവര് പറഞ്ഞത്, എന്താ പറഞ്ഞത് അറിയാമോ? ആമേൻ സ്തോത്രം, ഏലീശേ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകത്തില്ല, നീ ഞങ്ങളുടെ കൂടെ വരണം. എന്തുകൊണ്ടാ? ഏലീശേ നീ യോർദാനെ ജയിച്ചവനാ. ഒന്ന് പറയാമോ? ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് യോർദാന്റെ സ്വഭാവം, രണ്ട് എന്തുകൊണ്ടാണ് ഏലീശ അവർ കൂട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിച്ചത്. കാരണം ഏലീശ യോർദാനെ, ഉറക്കെ പറ, ഏലീശ യോർദാനെ ജയിച്ചവനാ. ഇനി നമുക്ക് ഏലീശയുടെ കൂട്ടി യോർദാന്റെ വക്കത്തോട്ട് പോകാം. സ്തോത്രം. എല്ലാവരും പോകുന്ന ഒരേ ലക്ഷ്യത്തോടെ. എന്താ? ഒറ്റ ലക്ഷ്യമുള്ളൂ. പറ, വേഗം പറ. ഒറ്റ ലക്ഷ്യം. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തിനാ? മരം മുറിക്കാൻ. ഞാൻ അതിനോട് ചേർത്തൊരു കാര്യം പറയാം, ഒരു വിശാലതയ്ക്ക് വേണ്ടിയിട്ടാ. അല്ലേ? അല്ലേ? ഇത് ഡൽഹിയിൽ ദൈവസഭയെ ആരാധിക്കുന്ന ദൈവജനത്തോടൊരു കാര്യം പറയാം. നമ്മളെല്ലാം ഇവിടെ വന്നതും എന്തിനാ? വേണ്ടതില്ല. വിശാലതയ്ക്ക്. ഈ വചനത്തോട് ചേർത്ത് പറഞ്ഞാൽ മരം മുറിക്കാൻ. നിങ്ങളത് ആത്മീയമായി ചിന്തിക്കണേ. നമ്മളെല്ലാവരും ഇവിടെ വന്ന എന്തിനെന്താ? മരം മുറിക്കാൻ, വിശാലതയ്ക്ക്, അല്ലെങ്കിൽ മരം മുറിക്കാൻ. ദൈവത്തിന്റെ സ്തോത്രം. ഇവരെല്ലാവരും യോർദാന്റെ വക്കത്തോട്ട് പോകുന്നത് എന്തിനാ? മരം മുറിക്കാൻ, വിശാലതയ്ക്ക് വേണ്ടി. എല്ലാവരും ഒറ്റ ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, എല്ലാവരും ഒറ്റ ലക്ഷ്യത്തോടെ പോകുന്നത്. പക്ഷെ ചോദ്യം ദൈവസഭയോട്, നിലവിളിച്ചവർ എത്ര പേരുണ്ട്? നിലവിളിച്ചവർ എത്ര പേരുണ്ട്? ഉത്തരം കിട്ടിയില്ല. എല്ലാവരും ഒരു ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചത്. എല്ലാവരുടെയും കോടാലി ഉണ്ട്, മരം മുറിച്ചുകൊണ്ടിരിക്കുക. നിലവിളിച്ചവർ എത്ര പേരുണ്ട്? ഒരാള്. കറക്റ്റ്, ഒരാള്. ഒന്ന് പറഞ്ഞു, ഒരാള്. പറ, ഒരാള്. ഒരാള്. ബാക്കി എല്ലാവരും മരം മുറിച്ചുകൊണ്ടിരിക്കുക. നിലവിളിക്കുന്ന ഒറ്റ ഒരുവരെ ഉള്ളൂ. ദൂത് എത്ര പേർക്ക് മനസ്സിലായി? ഇതിനകത്ത് ചില നിലവിളി ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇതിനകത്ത് ചില കരച്ചിലിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇതിനകത്ത് ചില വിഷയത്തിന് വേണ്ടി കരയുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രിക്കാലം പറയുന്നു, നീ കരയുന്നത് ഇന്നുകൊണ്ട് തീർന്നു. ആ യോർദാന്റെ തീരത്തോട്ടൊന്ന് നോക്കിക്കേ. എല്ലാവരും ഒരുമിച്ച് നിന്ന് മരം മുറിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പിക്ചർ ഒന്ന് കാണണേ. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്തോണ്ടിരിക്കുക? മരം മുറിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? ഒരുവന്റെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. എല്ലാവരും ഒരുമിച്ച് കോടാലി കൊണ്ടുവന്നേ. ഒരുവന്റെ കോടാലി. ഞാൻ എപ്പോഴും കർത്താവിനോട്, കർത്താവേ, ഈ വായ്പ മേടിച്ചു കൊണ്ടുവന്ന് എന്റെ കോടാലി തന്നെ ഊരി വെള്ളത്തിൽ പോയതിന്റെ കാരണം എന്താ? ബാക്കി ആരുടെ കോടാലി ഊരി? ഇത് വായ്പ മേടിച്ചു കൊണ്ടുവന്ന.
അവനാണ് ഭയങ്കര പ്രശ്നമുള്ളതാ. അത് ഒരു കോടാലി പോലും കയ്യിലില്ല. അത് വായ്പ മേടിച്ചുകൊണ്ട് അത് ഊരി അതാ പോയത് എവിടെയാ? യോർദാനിലോട്ട്. അയ്യോ, യോർദാന്റെ അകത്ത് പോയ വല്ലതും പൊങ്ങി വരുമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിക്കണം. എല്ലാവരും മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇനിയൊന്ന് ശ്രദ്ധിക്കണേ, എല്ലാവരും മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവന്റെ കോടാലി ഊരി വെള്ളത്തിൽ പോയി. ഇനി അടുത്തൊന്ന് ശ്രദ്ധിക്കണം. ഈ കോടാലി ഊരി വെള്ളത്തിൽ പോയപ്പോൾ, ഇന്ന് ചിന്തിക്കണേ, വെള്ളത്തിൽ പോയപ്പോൾ അടുത്ത് നിന്ന് മരം മുറിക്കുന്നവനവൻ പറഞ്ഞോ? അടുത്ത് നിന്ന് മരം മുറിക്കുന്നവനവൻ പറഞ്ഞു എൻ്റെ കോടാലി ഊരി പോയെന്ന്? ഇവിടെ നിന്ന് മരം മുറിക്കുന്നവനോട് പറഞ്ഞോ? അവൻ ആരോടാ പറഞ്ഞത്? യെസ്, ആമേൻ. ഇന്ന് ദൈവസഭയുടെ ഒരു കാര്യം പറയാം. ആമേൻ, സ്തോത്രം. ചിലതൊക്കെ പറയേണ്ടവനോട് പറഞ്ഞാൽ വിടുതല, വിടുതല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് അലയടിക്കുന്ന ചില തീരുമാനങ്ങൾ, കുടുംബത്തിന്റെ അകത്ത് പ്രശ്നതുല്യമായി കിടന്ന വല പോലെ ചുറ്റിയിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ നീ പ്രയാസപ്പെടുമ്പോൾ അത് പറയേണ്ടവനോട് പറഞ്ഞാൽ നീ യോർദാൻ വിടുന്നതിന് മുന്നമേ അതൊരു വിടുതലായിട്ട് ഏറ്റെടുക്കും. അവൻ എല്ലാവരോടും പറഞ്ഞില്ല, അവൻ പറയേണ്ടവനോട് പറഞ്ഞു. അതാ പറയേണ്ടവനോട് അവൻ എന്ത് ചെയ്തു? കോടാലി ഊരിപ്പോയപ്പോഴേ പറയേണ്ടവനോട് അവൻ പറഞ്ഞത്. ഇനി ഒന്നും കൂടെ ചിന്തിക്കണേ. ഈ കോടാലി ഊരിപ്പോയപ്പോഴേ ഇവൻ എന്ത് ചെയ്തു? പറഞ്ഞു. ചിലർ കോടാലി ഊരിപ്പോയാലും പറയത്തില്ല, വെട്ടോട് വെട്ടായിരിക്കും, പക്ഷെ ഇത് മരമൊട്ട് മുറിയത്തില്ല. കോടാലി ഊരി പണ്ടേ പോയി, ഇപ്പോഴെന്താ പിടിയുണ്ട്, അതുകൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുക. മരം മുറിയുവോ? പറ ദൈവസഭയെ, മരം മുറിയുവോ? മുറിയണമെങ്കിൽ കോടാലിക്ക് മൂർച്ച ഉണ്ടാകണം. ഒരാമേൻ പറയാമോ? ഒരാമേൻ പറയാമോ? എല്ലാവരും മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരുവന്റെ നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുക. എന്താ പറയുന്ന? അയ്യോ യജമാനനെ, ഞാനത് വായ്പ മേടിച്ചു കൊണ്ടുവന്ന കോടാലിയാ, അതാ അത് ഊരി വെള്ളത്തിൽ പോയി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഊരിപ്പോയപ്പോഴേ പറയേണ്ടവനോട് പറയുവാനിടയായി തീർന്നുവെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാനൊരു കാര്യം പറയാം. എല്ലാവരും പറയാണ്ട് ജയിച്ചവനോട് പറയണം, ജയിച്ചവനോട് പറയണം. നിങ്ങൾ പ്രാർത്ഥന റൂമിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധികൾ ജയിച്ചവനോട് പറഞ്ഞാൽ അവൻ നിങ്ങൾക്ക് ജയം തരുവാൻ ഉറപ്പാ. അവൻ നിങ്ങൾക്ക് ജയം തരുവാൻ ശക്തനായ ദൈവമാ. നീ എന്തിനെ ചൊല്ലിയാണോ വിലപിക്കുന്നത്? നീ എന്തിനെ ചൊല്ലിയാണോ കരയുന്നത്? നീ എന്തിനെ ചൊല്ലിയാണോ ഭാരപ്പെടുന്നത്? അതിന്ന് ദൈവസന്നിധിയിൽ പറയുവാൻ നീ തയ്യാറായാൽ, ഹൃദയത്തിന്റെ അകത്ത് നാളുകൾ കൊണ്ടു നടക്കുന്ന വിഷയമില്ലേ, ആരോടും പറയാൻ പറ്റാതെ ആമേ ഹൃദയത്തിന്റെ അകത്ത് ഞെരുങ്ങുന്ന വിഷയമില്ലേ, അത് ദൈവസന്നിധിയിലോട്ടൊന്ന് പറയുവാൻ ഇന്ന് തയ്യാറായാൽ ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ മേലൊരു പരിഹാരം കർത്താവ് ഇന്ന് വരുത്താൻ പോകുകയാ. ഞാൻ അതിന് കൊടുക്കുന്നൊരു പേര് ഇങ്ങനെയാ: നഷ്ടപ്പെട്ടതിനെ നോക്കി നിലവിളിക്കുന്നൊരുവൻ ഇതാ തീരത്ത് നിൽക്കുക. അവന്റെ നിലവിളി എന്തിനാണെന്നറിയാമോ? എൻ്റെ കയ്യിലുള്ള കോടാലി ഊരി യോർദാനിൽ പോയി നിലവിളിച്ചുകൊണ്ടിരിക്കുക. മറ്റെല്ലാവരും മരം മുറിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുവന്റെ നിലവിളി ഉയരുക. ഒരുവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുക. ആരാ നിലവിളിക്കുന്നത്? ഒരുവൻ. അവന്റെ പേരൊന്നുമില്ല, ഒരു വ്യക്തി നിലവിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ യോർദാനെ ജയിച്ച ഏലീശ എന്താന്ന് പറഞ്ഞതറിയാമോ? നീ എന്നെ ഒന്ന് കാണിച്ചു തരാമോ? എന്താ, എവിടെയാണ് ഈ കോടാലി വീണത്? ദൈവസഭേ, വീണ സ്ഥലം ഇന്ന് പറഞ്ഞു കൊടുത്താൽ അത് പൊങ്ങി വരും. നമ്മുടെ സ്വഭാവം എന്താണെന്നറിയാമോ? ഈ വീണതൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. എവിടെയാ വീണതൊന്നും ആരോടും പറയത്തില്ല, അത് ഒളിച്ചു വെക്കും. സ്തോത്രം. എവിടെ നിങ്ങൾ വീണിട്ടുണ്ട്, ആമേൻ, എവിടെ നിങ്ങൾ ഭജനത്തിൽ എവിടെ വീണിട്ടുണ്ട്, പ്രാർത്ഥനയിൽ എവിടെ വീണിട്ടുണ്ട്, ആരാധനയിൽ എവിടെ വീണിട്ടുണ്ട് എന്ന് ഈ ഉപവാസ പ്രാർത്ഥന 2-ാം ദിവസം 4-ാം സെക്ഷനിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പറയുവാൻ തയ്യാറായാൽ അവൻ നിങ്ങളെ കരം പിടിച്ച് ഉയർത്താൻ തയ്യാറാണ്. വീണ സ്ഥലം കാണിച്ചു കൊടുക്കാമോ? വീണ സ്ഥലം കാണിച്ചു കൊടുക്കാമോ? എവിടെയാ നീ പരാജയപ്പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാമോ? എവിടെയാ നീ പരാജയപ്പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാമോ? അവൻ തയ്യാറാ. യെസ്. ആ ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവദാസൻ പറഞ്ഞെന്തറിയാമോ? എവിടെ വീടൊന്ന് കാണിച്ചു തരാനാ പറഞ്ഞേ. ആ സ്ഥലം ഒന്ന് എന്ത് ചെയ്യണമെന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ സ്ഥലം കാണിച്ചു കൊടുക്കത്തില്ല. നമ്മൾ എപ്പോഴും ഇതിനെ തന്നെ എന്ത് മറച്ചു വെച്ചോണ്ടിരിക്കുക. എവിടെ വീണെന്ന് ഒരിക്കലും ദൈവത്തോട് നമ്മൾ പറയത്തില്ല.
നമ്മൾ വീണതിനെക്കാട്ടിലുപരിയായിട്ട് നമ്മൾ ആമേൻ സ്തോത്രം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പക്ഷെ വീണ സ്ഥലം കാണിച്ചു കൊടുത്താൽ അതിനൊരു പരിഹാരം ഉണ്ടെന്ന്, പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് ജയിച്ചവൻ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അവൻ പറഞ്ഞു, നീ കാണിച്ചതാ എവിടെയാ വീണത്. ബാക്കി എല്ലാവരും മരമുറിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ നിന്നും ബാക്കി സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുമിച്ച് ഇവിടെ കയറി വന്നത് ആമേൻ സ്തോത്രം വിശാലതയ്ക്ക് വേണ്ടിയാ. പക്ഷെ ചിലത് ഇന്നും മരമുറിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ചിലതിന്റെ ഈ ഓട്ടത്തിൽ, ഈ അധ്വാനത്തിൽ ആമേൻ കർത്താവ് തൻ ചില കോടാലികൾ ഊരിപ്പോയിരിക്കുക. അത് ഞാനൊരു പേര് കൊടുക്കാം: പ്രാർത്ഥനയുടെ, വിശ്വാസത്തിന്റെ, ആരാധനയുടെ, വെളിപ്പാടിന്റെ, പ്രവചനത്തിന്റെ കോടാലി ഊരിപ്പോയ സ്ഥലം ഇന്ന് രാത്രി നീ കാണിച്ചു കൊടുത്താൽ, ബാക്കി കേട്ടോ, ഒരു അഭിഷേകത്തിന്റെ പുതപ്പിന്ന് നിന്റെ മേൽ വീഴാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അല്ല ഞാൻ ഇങ്ങനെ പോകുന്നുള്ളെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ അങ്ങ് പോയിക്കോ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇന്നൊന്ന് കാണിച്ചു കൊടുക്കണം. ഈ വിശാലതയ്ക്ക് വേണ്ടി ഓടുന്ന ഓട്ടത്തിലെ ചില കോടാലി ഊരിപ്പോകും, ചില കോടാലി മൂർച്ചയും പോകും. അവൻ തളർന്നിരിക്കും. ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ല. എന്നാൽ പറഞ്ഞു കൊടുക്കുന്നവൻ അവൻ ജയാളിയായി തീരും. അവൻ കർത്താവിനോട് കൂടെ നിൽക്കുവാനിടയായി തീരും. അപ്പൊ അതിനൊന്ന് വായിച്ച ലാസ്റ്റ് ആമേൻ. ഈ ദൈവപുരുഷൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ യജമാനന്റെ കോടാലി ഊരി യോർദാനിൽ പോയി. എന്നിട്ട് താഴോട്ട് വായിച്ചാട്ട് വേഗത്തിൽ കാണിച്ചു കൊടുത്തു. ആമേൻ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഈ ദൈവപുരുഷൻ ഏലീശ പ്രവാചകൻ, അതായത് യോർദാനെ ജയിച്ചവൻ, എന്താ ചെയ്യുന്നറിയാമോ? ഒരു കോല് വെട്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? ചോദിക്കട്ടെ, ഈ മുങ്ങിപ്പോയത് എന്താ? ഇരുമ്പാ. ഈ മുങ്ങിപ്പോയ ഇരുമ്പിനെ പൊക്കിക്കൊണ്ടുവരാൻ കോലിന് വല്ല ശക്തിയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. കോലിന് വല്ല ശക്തിയുണ്ടോ? ഇല്ലല്ലോ. ഈ ദൈവപുരുഷൻ എന്ത് ചെയ്തു? ഈ കോലങ്ങ് എറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കോൽ എറിഞ്ഞപ്പോൾ യോർദാന്റെ ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന ഇരുമ്പ് ഏറ്റവും അടിത്തട്ടി കിടക്കുക. ഈ ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന ഇരുമ്പ് കഷ്ണത്തെ ഈ മുകളിൽ കിടക്കുന്ന കോല് എന്താ പറയുന്നത്, ഈ അടിയിൽ നിന്നും മുകളിലോട്ട് എന്ത് ചെയ്തു? വലിച്ചാകർഷിച്ചു. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? ഒരിക്കലും വെള്ളത്തിൽ കിടക്കുന്ന ഇരുമ്പ് കഷ്ണം മുകളിലോട്ട് പൊങ്ങി വരത്തില്ല, അത് വരത്തേ ഇല്ല. പക്ഷെ ജയിച്ചവൻ ഒരുവൻ കൂടെ ഉണ്ടെങ്കിൽ, അതാ എന്ന് പറയാൻ പോകുന്നത്. ജയിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു, അസാധ്യമായത് സാധ്യമായി തീരും. യേശുവിന്റെ നാമത്തിൽ. എത്ര പേർ വിശ്വസിക്കുന്നു? അസാധ്യമായത് സാധ്യമായി തീരും. എങ്ങനെ? ജയിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ഇനി ഈ ഇരുമ്പ് കഷ്ണം ഇതാ പൊങ്ങി വരികയാ വെള്ളത്തിന്റെ അകത്തും. പക്ഷെ യോർദാന്റെ ശക്തി എന്താ പറയുന്നത്? യോർദാൻ അമർത്തി വെക്കാനാണ് നോക്കുന്നത്, അമർത്തുന്ന യോർദാനാ. പക്ഷെ ഇതിനെയും ഭേദിച്ചുകൊണ്ട് ഇരുമ്പ് കഷ്ണം ഇതാ പൊങ്ങി വരികയാ, ദൈവത്തിൽ പൊങ്ങി വരികയാ. എൻ്റെ ദൈവജനമേ, യേശു കർത്താവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിന്നതുകൊണ്ട് നിന്റെ ചില അനുഗ്രഹങ്ങളും നന്മകളും അപഹരിച്ചു കളഞ്ഞ യോർദാന്റെ ശക്തിയുണ്ടല്ലോ, ഇന്ന് ഏറ്റെടുത്തോണം. ഈ യോർദാനെ പിളർക്കുന്ന ഒരു ശക്തി എൻ്റെ അകത്തുനിന്ന് വ്യാപരിക്കുമെന്ന്. ഈ യോർദാനെ തകർക്കുന്ന ഒരു ശക്തി എൻ്റെ അകത്തുണ്ട്. നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നന്മയെ മുക്കിക്കളഞ്ഞ യോർദാന്റെ ശക്തിയെ തകർത്തുകൊണ്ട് ഇതാ എന്റെ നന്മ ഇന്ന് രാത്രികാലം കർത്താവ് പുറത്ത് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ. ചില കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ യോർദാന്റെ അകത്ത് ഇരുമ്പ് കഷ്ണം ഇതാ പൊങ്ങി വരിക. ഞാൻ പറയട്ടെ, ഒന്നാം ദിവസം ഉപവാസ പ്രാർത്ഥന ഒന്നും കണ്ടില്ല, രണ്ടാം ദിവസം ഉപവാസ പ്രാർത്ഥന ഒന്നും കണ്ടില്ല, മൂന്നാം ദിവസം ഉപവാസ പ്രാർത്ഥന ഒന്നും കണ്ടില്ല, 4 നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുമ്പ് കഷ്ണം ഏറ്റവും ടോപ്പിൽ വന്നു. നേരത്തെ എവിടെയായിരുന്നു? ഏറ്റവും അടുത്തിട്ടില്ല. ഇപ്പോഴെവിടെയാ? ആ കരയിലോട്ടൊന്ന് നോക്കിയേ. ഒരുവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നവന്റെ ഇരുമ്പ് കഷ്ണം ഇതാ യോർദാന്റെ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുക. ദൈവസഭ ഒന്ന് ഇതൊന്ന് ഏറ്റെടുക്കാമോ? ഏറ്റവും അടിത്തട്ടി കിടക്കുന്നതിനെ ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരം ഏറ്റവും ടോപ്പിൽ കൊണ്ടുവരും. അത് നിന്റെ തലമുറയായാലും, അത് നിന്റെ കുടുംബ ജീവിതമായാലും, നിന്റെ വ്യക്തി നന്മയായാലും, ചില സാമ്പത്തിക സോഴ്സുകളായാലും, ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നീ ഏറ്റവും ടോപ്പിൽ വരും.
ഏറ്റവും ടോപ്പിൽ വരും. നിന്നെ പിടിച്ചു വയ്ക്കാനാ നോക്കുന്നേ, നിന്നെ അമർത്തി നിർത്താനാ നോക്കുന്നേ. പക്ഷെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിന്നെ കരം പിടിച്ച് ടോപ്പിൽ കൊണ്ടുവരാൻ പോകുക. ഏറ്റവും ടോപ്പിൽ കൊണ്ടുവരും. നിന്റെ തലമുറ ഏറ്റവും ടോപ്പിൽ വരും. പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ, പ്രാർത്ഥിക്കുന്ന ദൈവദാസിയെ, പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ ഒരു കാര്യം എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ഏറ്റവും ടോപ്പിൽ കൊണ്ടുവരാൻ പോകുക. ഇന്നലെ വരെ നിന്റെ സ്ഥാനം യോർദാന്റെ അടിത്തട്ടിലായിരുന്നെങ്കിൽ ഇനി നിന്റെ സ്ഥാനം യോർദാന്റെ ടോപ്പിലാ. കർത്താവ് ഇങ്ങനെ എന്നെ കാണിക്കുന്നത്, ഈ 4 വർഷം 5 വർഷം കൊണ്ടേ ചിലരൊക്കെ മുങ്ങിപ്പോയ ചില നന്മയെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. ചില നന്മകൾ അപഹരിച്ചു കൊണ്ടുപോയി, ഈ കയ്യിൽ നിന്നും ചിലത് നഷ്ടപ്പെട്ടു പോയി. അതിനെ നോക്കി ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലതിൻ്റെ അകത്തുണ്ട്. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ ഒരു വചനം ഒരു വിടുതലായി മാറാൻ പോകുക. അത് നിന്റേതാ, അത് നിന്റെ അവകാശമാ, അത് നിനക്കുള്ളത് തന്നെയാ. പക്ഷെ ചിലത് അപഹരിച്ചു പോയി, ചിലത് അപഹരിച്ചു പോയി, കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കർത്താവ് ഇന്ന് രാത്രികാലം അതിനെ പുറത്തിറക്കാൻ പോകുക. ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് വിശ്വസിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിക്കാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ നോക്കി കരയുന്ന, അതെന്റേതാണ് കർത്താവേ, അതെന്റെ പ്രോപ്പർട്ടിയാണ്, അതെന്റേതാണ്, പക്ഷെ നഷ്ടപ്പെട്ടു പോയിരിക്കുക. പക്ഷെ ഇനി കിട്ടുമോന്ന് അറിയത്തില്ല തിരിച്ച്. പക്ഷെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആത്മാവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എന്തുമായിരിക്കട്ടെ, എന്തുമായിരിക്കട്ടെ, പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് അതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോകുക. അങ്ങനെയുള്ളവർ ഒന്ന് കരത്ത് ഉയർത്തിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിന് നിയോഗം തരിക. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം. ചിലത് നഷ്ടപ്പെട്ടു പോയി, അതെൻ്റേതാ, ഇന്നും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതെനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ കരത്തോർത്തിക്കോ. പരിശുദ്ധാത്മാവേ ഒന്ന് പ്രവർത്തിക്കണമേ. കർത്താവ് ഈ കരത്ത് ഉയർച്ചപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവെ, നിലവിളിക്കുന്ന ചില നിലവിളികൾ നഷ്ടപ്പെട്ടു പോയത്, യോർദാൻ മുക്കിക്കളഞ്ഞത്, ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് പറഞ്ഞ് പ്രതീക്ഷ അറ്റുപോയത് ചിലത് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അത് പുറത്തു വരട്ടെ, അത് പുറത്തു വരട്ടെ, അത് പുറത്തു വരട്ടെ, ഏറ്റവും ടോപ്പിൽ വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിന്റെ മേൽ ഇട്ടിരിക്കുന്ന ചില ചങ്ങലകൾ അഴിയട്ടെ, 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 അഴിയട്ടെ. ആ യോർദാന്റെ ശക്തിയെ ഇന്ന് രാത്രികാലം യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ജയിക്കുന്നു. റിലീസ് ആകട്ടെ, റിലീസ് ആകട്ടെ, റിലീസ് ആകട്ടെ, റിലീസ് ആകട്ടെ. യെസ് 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 റിലീസ് ആകട്ടെ. ദൂതന്മാർ പ്രവർത്തിക്കണമേ, ദൂതന്മാർ പ്രവർത്തിക്കണമേ, ദൂതന്മാർ പ്രവർത്തിക്കണമേ. ആ നഷ്ടപ്പെട്ടത് പുറത്തു വരട്ടെ, ആ നഷ്ടപ്പെട്ട നന്മ പുറത്തു വരട്ടെ, ആ നഷ്ടപ്പെട്ട നന്മ പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവസഭയെ ഒന്നടങ്കമായി പ്രാർത്ഥിച്ചു. എന്തിനാണെന്നറിയാമോ? സ്തോത്രം, ഒരു ആലയം പണിയാൻ ഞങ്ങൾക്ക് ഇത് സ്ഥലം വേണം. ജമ്മു കാശ്മീർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തില്ല. കാരണം 370 370 ആമേ സ്തോത്രം നിയമം ഉള്ളിടത്തോളം കാലത്തോളം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്ഥലം മേടിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു, അസാധ്യങ്ങളെ നോക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം, ഒരു സുപ്രഭാതത്തിൽ ആമേ സ്തോത്രം എല്ലാവരും വീട്ടു തടവിലാക്കിക്കൊണ്ട് 370 നിയമം എടുത്ത് മാറ്റി. ഹല്ലേലൂയ. 370 എടുത്ത് മാറ്റി ഞങ്ങൾക്ക് സ്ഥലവും മേടിക്കാൻ പറ്റി. ദൈവസഭ പ്രാർത്ഥിച്ചാൽ അസാധ്യങ്ങളെ സാധ്യമായി തീരും. ദൈവസഭ പ്രാർത്ഥിച്ചാൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കും. ഞാൻ ഒരു കാര്യം പറയാം, നിനക്കെതിരായിട്ട് നിൽക്കുന്ന പേപ്പറുകളെ കർത്താവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ആമേ സ്തോത്രം നിനക്ക് അനുകൂലമായിട്ട് ചില വിധികൾ സ്വർഗം വരുത്താൻ വേണ്ടി പോകുക.
ആഗ്രഹിക്കുന്നതും ഇങ്ങനെയാ ഹൃദയത്തിനകത്ത് അവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഒരിക്കലും ഇത് അസാധ്യമാകത്തില്ല, ഒരിക്കലും നടക്കത്തില്ലെന്ന. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോകുകയാ. അഭിഷക്തൻ കോലൊടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇരുമ്പ് കഷ്ണം ഈ യോർദാന്റെ മുകളിൽ കിടക്കുക. ഏറ്റവും താഴെ കിടന്നത് ഏറ്റവും എവിടെ വന്നു? ഏറ്റവും മുകളിലാ. ഇപ്പൊ കിടക്കുന്ന എവിടെ ഇരുമ്പ് കഷ്ണം? ഏറ്റവും മുകളിലാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഈ മുകളിൽ വന്ന ഇരുമ്പ് കഷ്ണം ഇനി എന്തുകൊണ്ടാണ് താഴാത്തെ? ഹല്ലേലൂയ. കോടാലി ഊരിപ്പോയല്ലോ, അന്നേരം താന്നു പോയല്ലോ. ഇപ്പൊ എപ്പോ ഇവിടെ കിടക്കുക? മോളിൽ കിടക്കുക. ഇനി എന്നെ താഴത്തില്ല. ഇത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് മോളി വന്നേ. അതൂതൊന്ന് ഏറ്റെടുക്കണം. ഇനി താഴത്തില്ല കേട്ടോ. പ്രാർത്ഥനയുടെ ശക്തിയാൽ കയറി വന്നത് ഒരു ശക്തിക്കും ഇനി താഴ്ത്താൻ പറ്റത്തില്ല. ഇനി അതിനകത്ത് ദൂത് കേട്ടോ. അല്ല, ആ ഒടുവിലത്തെ വചനം ഇങ്ങനെ വായിക്കുന്നത്, അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7-ാമത്തെ വാക്യം. പൊങ്ങി വന്നു. ഞാൻ ഏലീശയോട് പറയട്ടെ, ഏലീശ നീ കൈനീട്ടി അങ്ങ് എടുത്തോ. ഏലീശയോട് നമുക്ക് പറയാം, ഏലീശ നീ കൈനീട്ടി. ഏലീശ പറയും ഇല്ല, അത് ഞാൻ എടുക്കത്തില്ല. പിന്നെ ആരെടുക്കും? ഏവന്റെ കയ്യിൽ നിന്നാണ് യോർദാൻ അപഹരിച്ചു കളഞ്ഞത്. അതൂത് മനസ്സിലാക്കുന്നുണ്ടോ? ആരുടെ കയ്യിൽ നിന്നാണോ യോർദാൻ അത് അപഹരിച്ചു കളഞ്ഞത്, ആ കൈ നീട്ടി അതിനെടുക്കാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ കരത്തിൽ നഷ്ടപ്പെട്ടെ, നീ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടെ, നിന്റെ കരത്തിൽ നഷ്ടപ്പെട്ടതല്ലേ, അത് ഞാൻ എടുക്കത്തില്ല. ഇനി എടുക്കേണ്ടത് ഏത് കയ്യാ? ഏത് കയ്യിൽ നിന്നാണോ അത് നഷ്ടപ്പെട്ടത്, ആ കൈ അത് നീട്ടി പിടിക്കാൻ പോകുകയാ. അതൊന്ന് ഏറ്റെടുക്കണം. ഇന്ന് രാത്രിയിൽ ഈ നഷ്ടപ്പെട്ട കൈയിലൂടെ അതിനെ ഞങ്ങൾ തിരിച്ചു പിടിക്കുവാൻ നിന്റെ കരച്ചിലിന്റെ കാലം കഴിഞ്ഞു, നിന്റെ അയ്യം വിളിയുടെ കാലം കഴിഞ്ഞു, നിന്റെ നിലവിളിയുടെ കാലം കഴിഞ്ഞു. ഇനി തിരിച്ചു പിടിക്കുന്ന കാലമാ, ഇനി തിരിച്ചു പിടിക്കുന്ന സീസണാ. യെസ്, ഇനി തിരിച്ചു പിടിക്കുന്ന സീസണാ. ഓ യെസ്, തിരിച്ചു പിടിക്കുന്ന സീസൺ. നിന്റെ അയ്യമ്മളിയുടെ കാലം കഴിഞ്ഞു, നിലവിളിയുടെ കാലം കഴിഞ്ഞു. ഇനി തിരിച്ചു പിടിക്കുന്ന കാലമാ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഇന്ന് രാത്രികാലം വിളിച്ചു പറ, എന്റെ കരച്ചിലിന്റെ കാലം കഴിഞ്ഞു, എന്റെ അയ്യമ്പളിയുടെ കാലം കഴിഞ്ഞു, എന്റെ നിലവിളിയുടെ കാലം കഴിഞ്ഞു. ഇനിയുള്ള സീസൺ ഞാൻ കൈ നീട്ടി പിടിക്കുന്ന സീസൺ. പത്രോസ് വല വീശി, ആദ്യം വീശിയപ്പോൾ ഒന്നും കിട്ടിയില്ല, ഒരു മീൻ പോലും കിട്ടിയില്ല, ഒറ്റ മീനുമില്ല. ആമേൻ, സ്തോത്രം. വളരെ പ്രയാസത്തോടെ വന്ന് പുറന്നിക്കുക. രണ്ടാമത് വീശി. അത് പത്രോസിന്റെ ചിന്തയോടെ അല്ല വീശിയത്, അത് യേശു കർത്താവ് പറഞ്ഞിട്ടാ വീശിയെ. പത്രോസ് വല വീശി, പെരുത്ത മീൻകൂട്ടം വന്നു. ഇനി ഒരു കാര്യം പറയാവേ, ഈ പെരുത്ത മീൻകൂട്ടം ഇതിനകത്ത് കയറി എന്ന് പത്രോസിന് ഈ വലയുടെ എന്നാ പറയുന്നത് കയറി പിടിച്ചപ്പോഴേ പത്രോസിന് മനസ്സിലായി ഇതിനകത്ത് ഒത്തിരി മീന് കയറിയിട്ടുണ്ട്. സ്തോത്രം. ഇത് വലിച്ച് കരയ്ക്കടുപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. വലിച്ച് കരയ്ക്കടുപ്പിക്കുമ്പോഴും യേശു കർത്താവ് കൂടെ നിൽക്കുക. ഒരാമേൻ പറയാമോ? ഈ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം വീശിയിരിക്കുന്ന ചില വലകളുണ്ട്, അതിൻ്റെ അകത്ത് ചിലത് കയറിയിട്ടുണ്ട്. വലിക്കുന്ന ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് വലിക്കാൻ പോകുക. അതൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നു? ചില മീനുകൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. യുവാസ പ്രാർത്ഥന മുഖാന്തരം ഒരുമിച്ച് വലിച്ച് അടുപ്പിക്കാൻ പോകുക. അതിൻ്റെ അകത്ത് പല വക മീനുകളാ കയറിയിരിക്കുന്നേ. പല ഭാഷകൾ സംസാരിക്കുന്ന, പല ജാതിയിൽ നിന്നുള്ള, ഇതിനകത്തൊരു മൾട്ടി കൾച്ചർ പോലെ ഒരു വ്യത്യസ്തപരമായ ചില കൾച്ചറുകളുള്ള യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു കൂട്ടത്തെ ദൈവാത്മനെ കാണിക്കുക. അത് തീരത്തോട്ട് വലിച്ചെടുപ്പിക്കാൻ സമയമായി.
അത് നിന്റെ കരത്തിലൂടെ അത് വലിച്ചെടുപ്പിക്കാൻ സമയമായി. യേശുവിന്റെ നാമത്തിൽ വലിച്ചെടുപ്പിക്കാൻ സമയമായി. ഈ ദേശത്ത് ഇതിനകത്ത് ചില മീനുകൾ കയറാൻ പോകുക. ഈ ദേശത്ത് ചില മീനുകൾ ഇതിനകത്ത് കയറാൻ പോകുക. അത് ദൈവസഭ ഒരുമിച്ച് അതിനെ വലിച്ചെടുപ്പിക്കാൻ പോകുക. ഇന്നലെ വരെ ശൂന്യമായിരുന്നതിനെ, ഇന്നലെ വരെ കാലിയായിരുന്നതിനെ, ഇന്നലെ വരെ ശൂന്യമായിരുന്നതിനെ ഇതാ നിറച്ച് കരയിലോട്ട് വലിച്ചെടുപ്പിക്കുന്ന രീതിയിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുക. അപ്പോൾ പത്രോസിനോട് ചോദിച്ച, പത്രോസേ, ഇന്നലത്തെ കരം കാലിയാ, ഇന്നത്തെ കരം നിറഞ്ഞിരിക്കുന്ന ഒരു പടക, നിറഞ്ഞിരിക്കുന്ന ഒരു വലയാ. ഇന്നലെ നിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, പക്ഷെ ഇന്ന് നിന്റെ കയ്യിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വലയാ. ഈ വലയ്ക്കകത്ത് ഒത്തിരി മീനുകൾ കയറിയിട്ടുണ്ട്. ഇന്നലെ ഒന്നും കിട്ടിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ വരെ സ്തോത്രം കണ്ട കരത്തെ, ഇന്നലത്തെ കരത്തെ കണ്ടുകൊണ്ട് കരയണ്ട. ഇനി ഈ കരത്തിൻ്റെ അകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുക. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നു? ഇന്ന് രാത്രിക്കാർ സമർപ്പിച്ചോ? ആമേൻ. ഈ രാത്രിക്കാർ സമർപ്പിച്ചോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പോൾ ഇരുമ്പ് കഷ്ണം പുറത്തു വന്ന് ഇതാ അവൻ കൈ നീട്ടി ആ ഇരുമ്പ് കഷ്ണത്തെ കയ്യിൽ പിടിച്ചു. സ്തോത്രം. അവന്റെ നിലവിളി നിന്നു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, യോർദാനെ ജയിച്ചവൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ജയാളികളാ. ആമേൻ. ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, ശാപത്തെ ജയിച്ചവൻ, ആമേൻ സ്തോത്രം, സകല ആമേൻ സ്തോത്രം അന്ധകാര ശക്തിയുടെ ജയം പ്രാപിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ നീ എവിടെ പോയാലും നീ തോക്കത്തില്ല. എവിടെ പോയാലും തോക്കത്തില്ല. ജയിച്ചവന്റെ കൂടെ നടന്നാൽ, ജയിച്ചവന്റെ കൂടെ നടന്നാൽ യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്ത് ഇരിക്കുന്നവർ എത്ര പേർ ഇതിൻ്റെ അകത്ത്, ഈ ചർച്ചിൻ്റെ അകത്ത് റെഗുലറായിട്ട് ആരാധനയ്ക്ക് വരുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവാത്മാവ് ഇങ്ങനെ ഒരു ആലോചന പറയാൻ വേണ്ടി പറയുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ ആരാധിക്കുന്ന ഓരോ വിശ്വാസികളും വരുന്ന ദിവസങ്ങളിൽ വോളണ്ടിയേഴ്സായി മാറാൻ പോകുക. നിങ്ങൾക്ക് ആ ദൂത് മനസ്സിലാകുന്നുണ്ടോ? ചില പ്രയർ ടീമുകൾ, ചില വോളണ്ടിയേഴ്സ്, ചില കൗൺസിലേഴ്സ്, യേശുവിൻ നാമം, ചില പ്രാർത്ഥന ഒന്ന് കേട്ടോ, പ്രാർത്ഥന വിഷയങ്ങൾ എഴുതിയേൽക്കുന്ന ടീമാ. അങ്ങനെ ചില ടീമുകളായി മാറാൻ പോകുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇതിൻ്റെ അകത്തിരിക്കുന്ന പലരും മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത് പോലെ, മറ്റുള്ളവർ നിയന്ത്രിക്കുന്നത് പോലെ, ആമേ ഒരു സ്വർഗരാജ്യത്തിനകത്ത്, ദൈവരാജ്യത്തിനകത്ത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലർക്ക് ഉത്തരവാദിത്തങ്ങൾ കർത്താവ് തരാൻ പോകുക. ഇതിനകത്തിരിക്കുന്ന പലർക്കും ചില ഉത്തരവാദിത്തങ്ങൾ കർത്താവ് തരാൻ പോകുക. ഈ ടീമിന്റെ മുഖച്ഛായ മാറ്റുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഈ രാത്രികാലം ഈ ദൂത് ദൈവസഭ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ ഒരു കൂട്ടം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ, ഈ ഒരു കൂട്ടം എണ്ണി തീർക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാത്മമണ്ഡലം തുറക്കാൻ പോകുക. ഈ ഒരു കൂട്ടത്തെ കർത്താവ് ഈ ദേശത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതെങ്ങനെ സംഭവിക്കും? ജയിച്ചവൻ നമ്മുടെ കൂടെ നിൽക്കണം. പറയാമോ? ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ജയിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മളും എന്താ? ജയാളികളാ. ദൈവത്തെ സ്തോത്രം. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു മടക്കിക്കൊണ്ടുവരുവാൻ അവൻ നമ്മുടെ കൂടെ നിന്നാ മതി. എന്നിട്ട് എന്ത്? നമ്മൾ കരം നീട്ടി എടുത്താൽ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനൊന്ന് ചിന്തിച്ചേ, ഈ ഏലീശ, ആമേ സ്തോത്രം, ഈ ഒരു പട്ടണക്കാർ മുഴുവൻ വന്നിട്ട് ഏലീശ ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഏലീശേ, പട്ടണം മനോഹരമാ അല്ലേ? പട്ടണം എന്താ? എന്തോ ഭംഗിയാ പട്ടണം കാണാൻ, ഭയങ്കര മനോഹരമാ. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഓക്കെ, അകത്ത് കടന്നാലോ ഗർഭനാശവും പിന്നെ വെള്ളം ചീത്തയും. സ്തോത്രം. വചനം പറയുന്നത് ഇങ്ങനെയാ, പട്ടണം പുറത്തുനിന്ന് കാണാൻ മനോഹരമാണെങ്കിലും അവൻ അകത്ത് വന്നാൽ ഗർഭനാശവും പിന്നെ വെള്ളം ചീത്തയും. ഏലീശ, അഭിഷേകം പ്രാപിച്ച ഏലീശ പ്രവാചകൻ പ്രാർത്ഥിച്ച് വെള്ളത്തെ ശുദ്ധീകരിച്ചു എന്നല്ല, ഉറവെ ശുദ്ധീകരിച്ചു. ഇതിൻ്റെ ഞാനതാ പറഞ്ഞത്, ഈ കർത്താവ് ഈ എന്താ പറയുക, ഈ ഇലാജ് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴേ പകുതി വെച്ചല്ല ചെയ്യുന്നത്, അതിൻ്റെ ഉറവിൽ നിന്നാണ് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എവിടെ നിന്ന്? അതിൻ്റെ സ്റ്റാർട്ടിങ്. എവിടുന്ന സ്റ്റാർട്ടിങ്?
ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ ഹബ്ബിൽ നിന്നാ കർത്താവ് ചെയ്യുന്നേ. യേശുവിന്റെ നാമത്തിൽ അവൻ ഏലീശയ്ക്ക് മനസ്സിലായി, ഇത് വെള്ളം പകുതിക്ക് വെച്ചിട്ട് തരുന്ന ഒരു പണി നടക്കത്തില്ല. ഉറവ തന്നെ മധുരമാകണം, ഉറവയുടെ കയ്പ് മാറണം. അതെങ്ങനെ മാറും? അഭിഷേകമുള്ള ഏലീശ നിന്നാൽ പട്ടണത്തിന്റെ പ്രകൃതിയെപ്പോലും ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. മനസ്സിലാകുന്നോ? ചിന്തിച്ച്, ഇന്ത്യയുടെ രാജധാനി എന്നറിയപ്പെടുന്ന ഡൽഹി ഇന്ത്യയുടെ തലയാ. സ്തോത്രം. ഇന്ത്യയുടെ സ്തോത്രം എന്താ പറയുന്നത്, രാജധാനിയാ. സ്തോത്രം. ഇതിന്റെ അകത്ത് പട്ടണം മനോഹരമാ, എന്ത് രസമാ കാണാൻ. പക്ഷെ അകത്തോട്ട് കയറി നോക്കിയ ദിവാസന്മാരെ, അകത്തോട്ട് കയറി നോക്കിയ സഹോദരിമാരെ, എന്താ നടക്കുന്നത്? ഗർഭനാശവും വെള്ളം. ഈ ഗർഭനാശം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? തലമുറ നശിച്ചുകൊണ്ടിരിക്കുക. തലമുറ നശിച്ചുകൊണ്ടിരിക്കുക. എത്ര തലമുറയാ നശിച്ചുകൊണ്ടിരിക്കുന്നേ? ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന തലമുറ തകർന്നുകൊണ്ടിരിക്കുകയല്ലേ? സ്തോത്രം. പ്രാർത്ഥിക്കേണ്ട, ദൈവത്തിന്റെ ആലോചന കേൾക്കേണ്ട, ആരാധിച്ച് പെന്തക്കോസ്ത് കുടുംബത്തിനകത്ത് ആരാധിച്ച് സ്തുതിച്ച് മുന്നേറേണ്ട തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുക. പട്ടണത്തിന്റെ അകത്ത് ഗർഭനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ ആര് പിടിക്കും? ഇതിനെ ആര് നന്നാക്കും? എന്നാൽ ഈ PMG ചർച്ചിനോട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ തൊടേണ്ടത് അവരെ അല്ല, നമ്മൾ തൊടേണ്ടത് ഉറവയാ. ഉറവയാ. ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന വ്യക്തികൾക്ക് വെളിപ്പാടിൽ മനസ്സിലാകും. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. സ്തോത്രം. ഈ നിങ്ങൾക്കറിയാമല്ലോ, ഈ ജമ്മു കാശ്മീരിൽ ഒരു ശക്തിയുണ്ട്. ഞാനത് ഓപ്പണായി പറയുന്നതിന് കുഴപ്പമില്ലോ. ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ചർച്ചിൽ നിന്ന് 2-3 സഹോദരന്മാരെയും കൂട്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ് ദൈവം പറഞ്ഞത്, ഏറ്റവും മുകളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉപ്പിടണം എന്ന് പറഞ്ഞു. ഞാൻ ഉപ്പ് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ഏകദേശം 378 നട. സ്തോത്രം. യേശു മസിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. ഒച്ചത്തിലല്ല കേട്ടോ, മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോകുക. ഞാൻ ഉപ്പ് പ്രാർത്ഥിച്ച് ദൈവാത്മാവ് നിയോഗത്തോടെ ഏറ്റവും മുകളിൽ ടോപ്പിച്ച് നീ ദർശനം കാണുന്ന ഒരു സ്ഥലമുണ്ട്. ദർശൻ ജഗാഹൻ. അവിടെ എത്തി ഉപ്പിടാൻ വേണ്ടി നോക്കിയപ്പോൾ എവിടെ നിന്നൊരു കുരങ്ങ് വന്നിട്ട് എൻ്റെ കയ്യിലുള്ള പാക്കറ്റ് വലിച്ചു പറിച്ചുകൊണ്ട് പോയി. എവിടെ നിന്നോ വന്നു. ഞാൻ ഇതിനകത്ത് ലിഫോഫയ്ക്കകത്ത് ഇട്ടേ കവറിൻ്റെ അകത്ത് ഇട്ട അതും എൻ്റെ നിന്ന് വലിച്ചു പറിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു, അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. വീണ്ടും താഴെ ഇറങ്ങി നടയിറങ്ങിയിട്ട് വീണ്ടും ഞാൻ ഉപ്പ് മേടിച്ചിട്ട് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടിട്ടു. ആ സമയത്ത് അല്ലെങ്കിൽ ആ വർഷത്തില് പത്രത്തിൽ ന്യൂസ് വരുന്നതറിയാമോ? മഴ കാരണം ഇടിഞ്ഞു പോയി. 2 ന്യൂസ് വന്നത്, ഈ വർഷം ദർശകർ ഏറ്റവും കുറവാ വന്നതെന്ന്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നീ ഉറവയെ പിടിക്കണം. ദൈവസഭയെ ഉറവയെ പിടിക്കണം. പറയാമെന്നോ? ഉറവയെ പിടിക്കണം. ഈ ദില്ലിയെ ഭരിക്കുന്ന ഉറവയെ പിടിക്കണം. ഈ ഡൽഹിയെ നയിക്കുന്ന അന്ധകാര ശക്തി ഉറവയെ പിടിക്കണം. ഈ ഡൽഹിയെ കാർന്നു തെല്ലുന്ന ഉറവയെ പിടിക്കണം. യുവജനങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന ഉറവയെ പിടിക്കണം. അതാര് പിടിക്കും? അഭിഷേകം പ്രാപിച്ച, അധികാരം പ്രാപിച്ച, അഭിഷേകത്തിന്റെ പുതപ്പ് വീണ ഒരു കൂട്ടത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ ദില്ലിയുടെ ഉറവ യേശുവിന്റെ നാമത്തിൽ ശുദ്ധിയായി തീരും. പട്ടണത്തിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന, പട്ടണത്തെ മുക്കിക്കളയുന്ന, പട്ടണത്തെ പിടിച്ചു വച്ചിരിക്കുന്ന ദുരാത്മ മണ്ഡലത്തോട് പ്രവചിപ്പാൻ ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് അഭിഷേകത്തിന്റെ ചാദർ, അഭിഷേകത്തിന്റെ പുതപ്പ് ധരിച്ച നിങ്ങൾക്കേ പറ്റത്തുള്ളൂ. ആ വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉപ്പിട്ട ആ വർഷം ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒത്തിരി പേര് വരാൻ തുടങ്ങുന്ന ഒത്തിരി സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ഇതിന്റെ പേരാ വിളിച്ചു പറയുന്നേ. ഈ ഭൂതം അലറുമ്പോൾ ഇതാ പറയുന്നത്, ഞാൻ അതാ എന്നാ പറയുന്നേ. സ്തോത്രം. നമ്മൾ എവിടെ പ്രാർത്ഥിക്കുന്നുവോ അവിടുത്തെ ശക്തികൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞതാ, ആ ശക്തികൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എന്താ? പട്ടണത്തെ പിടിച്ചു വച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയുണ്ട്. അഭിഷേകം പ്രാപിച്ച ഏലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചുപ്പിട്ടപ്പോൾ ആ ഉറവയെ മധുരമായതുപോലെ, അതിന്റെ കയ്പ് മാറിയതുപോലെ, ഗർഭനാശം മാറിയതുപോലെ ഇന്ന് രാത്രിക്കാൽ നിങ്ങളൊന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തിട്ട് ഒന്ന് പറയണം, കർത്താവേ എന്നെ അതിനുവേണ്ടി ഒന്ന് ഉപയോഗിക്കണമേ എന്ന്. ആത്മാവിൽ എത്ര പേർ ജാഗരിച്ച് പ്രാർത്ഥിക്കും? ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. ഞാൻ ഈ പ്രസംഗം
ഇവിടെ പ്രസംഗിച്ച് നിർത്താൻ നിർത്തി ആമേൻ പറയാനല്ല ആഗ്രഹിക്കുന്നത്. എൻ്റെ ആഗ്രഹം ഇന്ന് ചിലതിൻ്റെ മേൽ ഈ അഭിഷേകത്തിന്റെ പുതപ്പൊന്ന് വീഴണം. അതൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഗുരുദാസ്പൂരിൽ ഒരു കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വലിയൊരു ഗ്രൗണ്ടിൽ ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തേ. അമ്മ 3 ദിവസം കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് ഒറ്റ ഒടുവിലായിട്ട് പരിശുദ്ധാത്മാവിനെ കാണിച്ചത് ഈ ഗ്രൗണ്ടിൻ്റെ അകത്ത് അമ്മ രാത്രിയിൽ ഒരു സ്കൂൾ ഗ്രൗണ്ടാ. ആ സ്കൂളിന്റെ വരാന്തയ്ക്ക് വന്നിരുന്ന് ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടും. ആ വ്യക്തി ഇനി വരുന്ന വർഷം ഇവിടെ പ്രസംഗിക്കും എന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. ആമേൻ സ്തോത്രം. ആത്മാവിൽ വിളിച്ചു പറയുകയും ഏറ്റവും പുറകിൽ ഒത്തിരി പേര് കസേരയിരിക്കുന്ന ഏറ്റവും പുറകിൽ സ്റ്റേജിൽ ഞാൻ നോക്കുമ്പോൾ ഒരുവൻ പാമ്പ് ഇഴഞ്ഞു വരുന്നത് പോലെ ആമേൻ സ്തോത്രം കസേര വിട്ട് എറിഞ്ഞിട്ട് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് കയറി വരിക. വോളണ്ടിയേഴ്സ് പിടിക്കുന്നുണ്ട്, അവരുടെ പിടുത്തം കൊണ്ട് ഇവനെ കിട്ടുന്നില്ല. ഏറ്റവും മുന്നിൽ വന്നിട്ട് പത്തി വിടർത്തി ഇങ്ങനെ ആടുക. എന്നിട്ട് എന്നോട് പറയുക, നീ എന്തിനാ ഇവിടെ വന്നതെന്ന്. ആമേൻ ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ പ്രവചനത്തിൽ പറഞ്ഞ ദൂത് ഇവനാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ? ഇവനെ രാത്രി ഇവിടെ വന്ന് ആമേൻ സ്തോത്രം ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഇവനാ. ഞങ്ങൾ പ്രാർത്ഥിച്ച യേശുവിൻ നാമത്തിൽ ആ നാഗിന്റെ ശക്തി, പാമ്പിന്റെ ശക്തി അവനെ വിട്ട് പോയി. ഇന്ന് കേൾക്കണോ? അനുജേക്കബ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കാം. അനുജേക്കബ് തിരുവനന്തപുരത്തുള്ള അവരുടെ കൂടെ ഒരു സൂപ്പർ പാട്ടുകാരനായി മാറി. ആമേ പല സ്ഥലങ്ങളിൽ സ്റ്റേറ്റുകളിൽ പോയി കർത്താവിന്റെ വചനം പ്രഘോഷിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉറവയെ തൊട്ടാൽ, ആമേൻ, ഉറവയെ പിടിച്ചാൽ, നശിപ്പിക്കുന്ന ഉറവയെ നീ തൊട്ടാൽ, ഇന്ന് രാത്രിക്കാലം പ്രവചനാത്മാവിച്ചിരുന്ന് പ്രവചിക്കട്ടെ. പ്രവചനാത്മാവിച്ചിരുന്ന് പ്രവചിക്കട്ടെ. യേശുവിൻ നാമത്തെ ചിലരുടെ അഭിഷേകത്തിന്റെ പുതപ്പൊന്ന് വീഴട്ടെ. നഷ്ടപ്പെട്ടത് മടങ്ങി വരും. അതിനെ കർത്താവ് ഇന്ന് രാത്രികാലം മടക്കി വരുത്തും. അതിനെ കർത്താവ് കൈകൾ തിരിച്ചു തരാൻ പോകുകയാ. അതിനെ കർത്താവ് കൈകൾ തിരിച്ചു തരാൻ പോകുകയാ. പക്ഷെ ദൈവാത്മ ഒരു കാര്യം പറയുന്നു, ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പ് കർത്താവ് വീഴ്ത്താൻ പോകുകയാ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ആ ദൈവസ്ഥ അടച്ചാട്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 1, നഷ്ടപ്പെട്ടതിനെ കർത്താവ് ഇന്ന് മടക്കി വെച്ചിരിക്കുക. 2, ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് ചിലരുടെ മേൽ കർത്താവ് വീഴ്ത്താൻ വേണ്ടി പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വന്നത് വൃഥാവാകാതെ ഒന്ന് കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കാമോ? എനിക്ക് വേണം കർത്താവേ, എനിക്ക് വേണം അപ്പാ, എനിക്ക് വേണം, എനിക്ക് വേണം. എന്റെ പ്രാർത്ഥനയുടെ കോടാലി ഊരി എവിടെയോ പോയി? എന്റെ ദർശനത്തിന്റെ കോടാലി ഊരി എവിടെയോ പോയി? കർത്താവെ, നാളുകൾക്ക് മുമ്പേ ഞാൻ ആത്മാവിൽ മുഴുവൻ രാത്രികളും പ്രാർത്ഥിക്കുന്ന ഒരു ആത്മനിയോഗം ഉണ്ടായിരുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ തിരുസനി നെടുമ്പാൽ കരഞ്ഞുകൊണ്ട് വീടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ വിശാലതയ്ക്ക് വേണ്ടി ഞാൻ ഓട്ടത്തിൽ എവിടെയോ കോടാലി ഊരി പോയിരിക്കുക. എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട് കർത്താവേ, ചിലതൊക്കെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ട് കർത്താവേ, ഇന്ന് രാത്രിക്കാലം എനിക്കൊന്ന് മടക്കി തരാമോ? എനിക്കൊന്ന് മടക്കി തരാമോ? ഒരു അനുതാപത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? പരിശുദ്ധാത്മാവ് തയ്യാറാ, ദൂതന്മാർ തയ്യാറാ, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാ. ഇന്ന് രാത്രിക്കാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അഭിഷേകം തയ്യാറാ. നിങ്ങൾക്ക് വേണ്ടി അഭിഷേകത്തിന്റെ പുതപ്പ് തയ്യാറാ. ഒന്ന് അനുദപിക്കാമോ? ഒന്ന് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കാമോ? ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവ് ചില തൊടാൻ വേണ്ടി പോക യേശുവിന്റെ നാമത്തിൽ. ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാമോ? യേശുവേ, എനിക്ക് വേണം, എനിക്ക് വേണം അഭിഷേകം. യേശുവേ, എനിക്ക് വേണം അധികാരം. യേശുവേ, ഇന്ന് രാത്രിക്കാലം എനിക്ക് വേണം അഭിഷേകം. ഇന്ന് രാത്രിക്കാലം എനിക്ക് മനസ്സിലായി കർത്താവേ, ഞാൻ കണ്ട് കരയുന്ന യോർദാൻ ഒന്നുമല്ല കർത്താവേ. ഞാൻ കണ്ട് നിലവിളിക്കുന്ന ചിലതിന് അതൊന്നുമല്ല കർത്താവേ. അഭിഷേകത്തിന്റെ മുൻപിൽ ഇതൊന്നും അല്ല കർത്താവേ, ഇതൊന്നും അല്ല കർത്താവേ. അഭിഷേകത്തിന്റെ മുൻപിൽ എന്റെ നന്മയെ തടയാൻ യോർദാന് ശക്തിയേ ഇല്ല കർത്താവേ. അതിലും വലിയൊരു ശക്തി നീ എനിക്ക് തരാൻ പോകുന്നുണ്ട്. സ്തോത്രം. എല്ലാവരും ദൈവസന്നിധിയിൽ എണീറ്റ് നിന്നാട്ട്